ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം. വാ കാണിച്ചു തരാം. അതൊരു കാര്യം, നമുക്ക് സിമ്പിൾ ആയിട്ട് ട്രിപ്പ് നടക്കും, എല്ലാം നടക്കും. നമുക്ക് നമ്മുടെ കാറുണ്ടല്ലോ, അത് നമുക്ക് പൂളാക്കിയാലോ? കാര്യമായിട്ട് പറയണോ? കളി പറയേണ്ട കാര്യമല്ലല്ലോ ഇത്. ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞുവിടുമ്പോ എന്തൊരു മനസമാധാനം എന്നറിയാമോ? വേറെ ലെവലാടാ നീ. അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് പല തവണ കുഴി ചാടിച്ചിട്ടുള്ളവനാണ് നീ. നിനക്ക് ആത്മവിശ്വാസം തരുന്നത് എന്റെ തെറ്റല്ലേ? ഞങ്ങളൊരു പൂളുണ്ടാക്കിയതാ. മിണ്ടിപ്പോരുത്. തോന്നിയാസം കഴിഞ്ഞിട്ട് ഒരുമാതിരി അടിച്ച് പല്ലിയങ്ങളെ. ഞാൻ സ്കൂള് വിട്ടാണ് കേട്ടോ, അല്ലാണ്ട് ഞങ്ങളുടെ വണ്ടിയുടെ പ്രശ്നം കയറുന്ന ആൾക്കാർ കൂടിയതല്ല. താനും മേടിക്കടി. താൻ ഒറ്റ ഒരുത്തം കാണാൻ ഇതൊക്കെ ഉണ്ടായത്. ഇതിനെന്താ ചെയ്യാൻ പോകുന്നതും കാണിച്ചുതരാം. തന്നെ തറവാട്ടുകാരെ മുഴുവൻ ഞാൻ കോടതി കയറ്റും. ഹലോ സാറേ, പിന്നെ എന്തേലും പ്രശ്നം ഉണ്ടാവുക? അഴിയണം വകുപ്പ് പറയാ. അയ്യോ, എനിക്ക് രക്ഷപ്പെടാനുള്ള വകുപ്പ് മതി. ഈ പറഞ്ഞിരിക്കുന്ന നടപടി എന്തായാലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾ മറ്റേ പോലീസുകാർക്കൊക്കെ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു ഈ പുളുവൊക്കെ? കേട്ടോടാ, പോലീസുകാർക്കൊക്കെ ടാഗ് ചെയ്തിട്ട് അവിടുന്ന് സൈബറിൽ നിന്നൊക്കെ ഫോർവേഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതെ, മനോരമ ഓൺലൈൻ ന്യൂസ് ഉണ്ട്, അവരാണ് അങ്ങോട്ട് ടാഗ് ചെയ്തത്. അത് ഒരു സന്തോഷത്തിന്. അത് തെറ്റാണെങ്കിൽ ക്ഷമിച്ചാരോ, മാപ്പ് പോരെ. ആണോ? സാറേ ഞാൻ ചോദിക്കട്ടെ, നിയമപരമായിട്ട് സീനാണ്. എന്തായാലും ഔദ്യോഗികമായിട്ട് സജുവിനെ ഇപ്പൊ സമ്മൺ ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞു. ക്ഷമിക്കണം, ഞാൻ അറിയാതെ. മനസ്സിലായി. മറ്റുള്ളവരാരും ഇത് ചെയ്യില്ല. ശീലിച്ചു പോയതാ. എന്നാ ആ ശീലം അങ്ങോട്ട് മാറ്റി വെക്കണം. മനസ്സിലായോ? ഓടിച്ച പയ്യൻ സൂര്യനാരായണൻ. അവൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ലൈസൻസുമായിട്ട് നേരെ അവരുമായിട്ട് നേരെ ഹാജരാകുക. കുഴപ്പമായി എന്നാ തോന്നുന്നത്. എന്തായാലും സൂര്യന്റെ കാര്യത്തിൽ തീരുമാനമായെന്ന് തോന്നുന്നു. സൂര്യണ്ണ മിക്കറിനെ കൊല്ലും. വേണ്ടെന്ന് ഞാൻ 100 വട്ടം പറഞ്ഞാ. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. അറിയത്തില്ല, അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം എന്തായിരിക്കും നടക്കാൻ പോകണമെന്ന്. ചെറുതായിട്ട് ഞാൻ പണം കൊടുത്ത് വാങ്ങിയ കാറാണ്, എനിക്ക് എന്തും ചെയ്യാം എന്ന് ഈ ബ്ലോഗർ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ഞാൻ അറിയാതെ അതങ്ങനെ സംഭവിച്ചു പോയതാ. അത് ഒറ്റ മരുന്നേ ഉള്ളൂ, നല്ല അസല് തല്ല്. ഞാൻ കൊള്ളും, എന്നാലും എനിക്ക് പറയാതിരിക്കാനാവില്ല. വാഹനത്തിൽ ഇതുപോലുള്ള അനധികൃതമായ ചെയ്തികളെ, അപകടകരമായ ചെയ്തികളെ യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. ഈ വാഹനം ഓടിച്ച ഡ്രൈവറായ സൂര്യനാരായണന്റെ ഡ്രൈവിംഗ് ലൈസൻസ് 1 വർഷത്തേക്ക് താൽക്കാലികമായി റദ്ദാക്കിയിരിക്കുന്നു. സമാധാനമായി. പണ്ടും നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിയിട്ടുണ്ടോ? ഇരണക്കേട് അച്ചിട്ടതാ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.